കാര്യം നിസ്സാരം. സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയാണ്, ചേനയാണ്, അതിനേക്കാട്ടിലും വലിയൊരു സംഭവം ഇല്ലാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഇതൊക്കെ ഉള്ളതാണെന്ന്. ഇന്നലെ എനിക്ക് കാര്യം മനസ്സിലായത്. ഒരു പാവം അധ്യാപകൻ, അയാളുടെ ആവശ്യവും സിമ്പിൾ. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയ ഭൂമിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കില്ല. കഷ്ടം. അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ച നടക്കില്ല ഭാമ. ഞാൻ ആവുന്ന പറഞ്ഞു നോക്കിയതാ. ശീലാവതി സാറും സ്വയംപ്രഭയൊക്കെ ഒറ്റക്കെട്ടാ. എന്ത് ചെയ്യാൻ പറ്റും? പറയുമ്പോ വലിയ ആദർശ പുരുഷനാ. 10 രൂപ കൈക്കൂലി വാങ്ങില്ല. ഇതോടെ ആർക്കാ കൂടെ മോനട്ടാ? മോഹനേട്ടാ, ആദർശവും മര്യാദയൊക്കെ കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടാവണം. ആർക്കും ഗുണമില്ലാത്ത ഈ ആവേശത്തെക്കാട്ടിലും നല്ലത് കൈക്കൂലി വാങ്ങിച്ചിട്ടാണെങ്കിലും കാര്യം നടത്തി കൊടുക്കുന്നതാ. എന്ത് ഭാമേ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? കൈക്കൂലി വാങ്ങണമെന്നാണ് നീ എന്നോട് പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. ആഫീസിൽ വരുന്ന സാധുക്കളുടെ ചെറിയ ആവശ്യമെങ്കിലും സാധിച്ചു കൊടുക്കണം. അതിനും പറ്റില്ലെങ്കിലേ ഈ കുപ്പായി ഉരുവെച്ച് പോയി കൊടുവയ്ക്കേ തെങ്ങിന് ചുവട് കളിച്ച്. അതിന് ഇതിലും അന്തസ്സുണ്ടാവും. മകനെ മാന്യനാവാതെ മനുഷ്യനാകൂ എന്ന് കടമനിട്ട് എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ എന്തോ? മോഹനയുടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ മാത്രമല്ല, ചങ്കൂറ്റുള്ള ഒരാണും കൂടിയാണ്. അങ്ങനെയല്ല എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. മൂന്ന് കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞിട്ട് സാർ ഒരു ആണാണോ എന്ന് വക്കീലിന് സംശയമുള്ള സ്ഥിതിക്ക് സംഗതി പ്രശ്നമാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്ത് ചെയ്യാൻ? വില്ലേജ് ഓഫീസിലെ കാര്യം ഉത്തമൻ അറിയാലോ. ഞാൻ മാത്രം വിചാരിച്ച എന്റെ സാറേ, നഞ്ചന്തിന് നാനാഴി എന്ന് കേട്ടിട്ടില്ലേ? ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സാറേ, ഈ വില്ലേജ് ഓഫീസർ ശീലാവി സാറ് വെറും ഒരു കഴുതയാണ്. ആണുങ്ങളെ അടച്ചാക്ഷേപിക്കുമെങ്കിലും ഉള്ളിൽ ഒരു ധൈര്യവും ഇല്ല. സാറ് വേണ്ട രീതിയിലൊന്നും ഇടപെട്ടാൽ ആ ആഫീസിൽ എന്തും നടക്കും. സംശയമുണ്ടോ? എന്റെ സാറേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്നൊരു ചൊല്ല് സാറ് കേട്ടിട്ടുണ്ടോ? സാറിന്റെ മടിയിൽ കനമില്ല, പിന്നെ ആരെ പേടിക്കണം? ഞാനിപ്പോ എന്ത് ചെയ്യണം ഉത്തമൻ പറയുന്നേ? പോകുന്ന പോക്ക് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന മട്ടുണ്ട്. എന്താവുമോ എന്തോ. മോഹനകൃഷ്ണൻ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാ ചുമ്മാ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? ചുമ്മാതല്ലോ. ഗംഗാധരൻ സാറ് കൊണ്ടുവന്ന പേപ്പേഴ്സ് ഒക്കെ ഞാൻ നോക്കി, എല്ലാം കറക്റ്റാ. അതെങ്ങനെ കറക്റ്റ് ആവും? കറക്റ്റ് അല്ല. കറക്റ്റ് ആവാൻ ഒരു സാധ്യതയില്ല. സാറേ, ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടത് ആധാരത്തിന്റെ കോപ്പിയും കരമടച്ച റെസിപ്റ്റുമാണ്. അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ അത് രണ്ടുമുണ്ട്. പക്ഷെ മുന്നാധാരമില്ല. എന്തിന്? അദ്ദേഹം ഭൂമി വിൽക്കാൻ വന്നല്ലോ. പൊസഷൻ സർട്ടിഫിക്കറ്റിനാ, കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്. പക്ഷെ മോഹനകൃഷ്ണ, സ്ഥല പരിശോധന നടത്തണമല്ലോ. നമ്മളത് ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണോ? അപേക്ഷ കിട്ടിയാൽ 3 ദിവസത്തിനകം സ്ഥല പരിശോധന നടത്തണം എന്നാണ് ചട്ടം. അപ്പൊ അത് ചെയ്യാതെ നമ്മളല്ലേ കുറ്റക്കാർ? അല്ല, വേറെയും പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അയാളുടെ ആധാരത്തിൽ 51 സെന്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷെ കരമടച്ചിരിക്കുന്നത് 52 സെന്റിനാ. അല്ല, ഇത് ഏതാ ശരിയെന്ന് നോക്കണ്ടേ? എന്തിന്? 51 സെന്റുള്ളയാൾ 52 സെന്റിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ തെറ്റ്. പക്ഷെ 52 സെന്റുള്ളയാൾ 51 സെന്റിന്റെ സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാവും സാർ? അത് അയാളുടെ സൗകര്യമല്ലേ? സാർ, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് വൈകുന്നേരത്തിനകം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തഹസിൽദാറിനോട് പറയും. സാറിന് പിന്നീട് അത് മെനക്കെടാവും. മോഹനകൃഷ്ണൻ പേടിപ്പിക്കുകയാണോ? അതെ. വില്ലേജ് ഓഫീസർ കൈക്കൂലി ചോദിച്ചുവെന്ന് ഗംഗാധരൻ നായർ പരാതിപ്പെട്ടാൽ ഞാൻ, ഈ മോഹനകൃഷ്ണൻ, അയാൾക്ക് വേണ്ടി സാക്ഷി പറയും. സാറിന്റെ പണി പോവും. പിന്നെ ഒരു പെണ്ണായി പോയതുകൊണ്ട് എന്നെ വരട്ടി കാര്യം നേടാമെന്നാണ് മോഹനകൃഷ്ണൻ ഉദ്ദേശമെങ്കിൽ നടക്കില്ല. നടക്കും.
ഇക്കാര്യം നടന്നില്ലെങ്കിൽ ശീലാവതി സാറിന്റെ കാര്യം പോക്കാണെന്ന് സാറിന് അറിയാം. ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുക്കുമ്പോ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. എന്റെ ഒരു ഭാഗ്യമാണ് ഈ ശിവാല ഞാൻ ഓർക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ ലിസ്റ്റിൽ പേരും വന്ന് വില്ലേജ് ഓഫീസറായിട്ടുള്ള പോസ്റ്റിംഗ് നോക്കിയിരിക്കുക ഞാൻ. ഇനിയിപ്പോ ഗംഗാധരൻ നായർക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ശീലാവതി സാറിന് സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ മോഹനകൃഷ്ണന് പോസ്റ്റിംഗ് ഇവിടെ ഈ കാന്തല്ലൂരിൽ. ശിശുപാല, ആ സർട്ടിഫിക്കറ്റ് എഴുതിക്കൊണ്ടുവരാൻ മോഹനകൃഷ്ണനോട് പറയൂ. ഞാൻ ഒപ്പിടാം. കുലദേവി തോറ്റു എന്നല്ലോ സാറേ. ഇത് അത്ര പ്രശ്നമുള്ള കേസാണോ? വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ അവർക്ക് അഹങ്കാരം. അവര് പെണ്ണാണെങ്കിൽ ഞാൻ ആണാണ്. നമുക്ക് നമ്മുടെ ആർപ്പ് തെളിയിക്കണ്ടേ ശിശുപാല? ആണത്വം ഇങ്ങനെയൊക്കെ തെളിയിക്കാൻ പറ്റുമോ സാർ? ആണത്വം ഇങ്ങനെയും തെളിയിക്കാം. ഇത് അയാളല്ലേ ഗംഗാരൻ നായര്, നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ ആള്. ഹലോ മിസ്റ്റർ ഗംഗാരൻ നായര്, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. അഡ്വക്കേറ്റ് ഹരിചന്ദ്രൻ തന്നെ. വില്ലേജ് ആഫീസിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കാണാമെന്ന് മറന്നുപോയാ? നമുക്ക് കേസ് കൊടുക്കണ്ടേ? എനിക്ക് കേസില്ല. കേസില്ലേ? അങ്ങനെ പറയില്ലേ. നമുക്ക് കേസ് കൊടുക്കണം. എനിക്കറിയാം നിങ്ങളുടെ പേടി എന്തിനാണെന്ന്. ഒരു സർക്കാർ ഓഫീസിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ഒരു പ്രശ്നം ഉണ്ടാവൂല. എന്തൊരു പ്രശ്നം ഉണ്ടാവാൻ? അഡ്വക്കേറ്റ് ഹരിചന്ദ്രനാണ് ഈ കേസ് വാദിക്കുന്നത്. അഡ്വക്കേറ്റ് ഹരിചന്ദ്രനാണ് വക്കീൽ. എന്റെ പൊന്നു വക്കീലെ, അതുകൊണ്ടല്ല. പിന്നെ? ഓ, മനസ്സിലായി. ഞാൻ അന്ന് പറഞ്ഞ ഫീസ് ഇത്തിരി കൂടിപ്പോയല്ലേ? സാരമില്ല. അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞ എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എത്രയായിരുന്നു? 10,000 രൂപ. ഓ, 10,000 രൂപ അല്ലേ? നിങ്ങളായതുകൊണ്ട് അല്പം കുറയ്ക്കാം. 10,000 - 10 × 10 ഒരു 9,900 രൂപയ്ക്ക് നമുക്ക് കച്ചവടം ഉറപ്പിക്കാം. അതൊന്നും അല്ല, എന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. പിന്നെന്തിനാ കേസ്? കിട്ടിയാ? എപ്പോ? എങ്ങനെ? എവിടെ വെച്ച്? ആര് വാങ്ങിച്ചു? വക്കീലിന്റെ ജൂനിയർ ഒരു സത്യഭാമയില്ലേ? നല്ല നേരും നിറയുള്ള കുട്ടി. അവരുടെ ഭർത്താവ് മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസിൽ ക്ലർക്കാ. സത്യഭാമ നിർബന്ധിച്ചപ്പോ മോഹനകൃഷ്ണൻ ഇടപെട്ട് എനിക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തന്നു. അപ്പോ വരട്ടെ. പിന്നെ വേറെ ഒരു വഴിയുമില്ലാതെ വരുമ്പോഴാ ആളുകൾ വക്കീലിനെയും കോടതിയെ അന്വേഷിച്ച് വരുന്നത്. അവരെ വളച്ചോളൂ, ഒടിക്കരുത്. എടേ സത്യഭാമേ, വേലി എന്നെ വിളവ് ഇന്നു. എടേ സത്യഭാമൻ, എണീരെ. എന്താ സാർ? എന്തിനാണ് നിന്റെ ഉദ്ദേശം? ഇയാളവിടെ വന്നിരിക്കുന്നത് എന്നെ പിച്ചത്തട്ടി എടുപ്പിക്കാൻ തന്നെയാണ് എന്നാണ് ചോദിച്ചത്. എന്താ സാർ പ്രശ്നം? വില്ലേജ് ഓഫീസിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ വന്ന ഗംഗാരൻ നായരെ ഓർമ്മയുണ്ടാ? സാർ, അയാളുടെ ഞാൻ ചോദിച്ച ഫീസ് എത്രയാണ് ഓർമ്മയുണ്ടാ? 10,000 രൂപ. ആ 10,000 രൂപ എവിടെ? ആ 10,000 രൂപ എവിടെ? അത് കിട്ടിയിരുന്ന എനിക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു? ഒരു 10,000 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അത് വെള്ളത്തിൽ വരച്ച് വര പോലെയായി. എന്തു പറ്റി സാർ? ഗംഗാധരൻ നായര് വേറെ വക്കീലിനെ കേസ് ഏൽപ്പിച്ചോ? എടേ, ഇല്ല. അയാൾക്കിപ്പോ കേസായില്ലെന്ന്. അതെന്തു പറ്റി? എടേ, അയാൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന്. കിട്ടിയോ? കിട്ടി. എടേ സത്യഭാമൻ, ഇയാളൊരു വക്കീലാണ്, സിനിമാ നടിയല്ല. ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ. അയ്യോ, എന്താ പറയാ സാറേ? ഇയാളെ ഹസ്ബൻഡ് മോഹനകൃഷ്ണനെ പറഞ്ഞ് പിരിയേറ്റി അയാൾക്ക് സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുത്തില്ലേ? ഒരുപാടങ്ങ് ഞെട്ടല്ലേ? ഞാൻ കൊട്ടും. ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. താൻ കേട്ടിട്ടുണ്ടോ? അതിപ്പോ ഞാന് എന്താ താനിപ്പ കാണിച്ചതിന് ശുദ്ധ മലയാളത്തിൽ എന്തിനാ പറയണേ? പോക്കിരിത്തനം. സാർ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ പ്രയാസം കണ്ടപ്പോ മോഹനേട്ടനോട് ഞാനതൊന്ന് പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ ആ പറച്ചിലിന്റെ പേരിൽ എനിക്ക് രൂപ 20,000 10,000. ആര് തരുവാ നഷ്ടം? പറ. ഈ മാസം തനിക്ക് ശമ്പളം ഇല്ല. 10 പൈസ ഞാൻ തരില്ല. ഒന്നും പറയണ്ട. ഇയാൾ എനിക്ക് വരുത്തി വെച്ച നഷ്ടത്തിന് പകരമായിട്ട് ഈ മാസത്തെ ശമ്പളം ഞാൻ പിടിച്ചിരിക്കുന്നു. ഓക്കെ സാർ?
ഗംഗാധരൻ നായർക്ക് വില്ലേജിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതല്ലേ പ്രശ്നം? ആണെങ്കിൽ അത് കിട്ടാൻ നിയമപ്രകാരം അയാൾക്ക് അർഹതയുണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട്. അതായത് നിയമപ്രകാരം ശരിയായ കാര്യമാണ് നടന്നിരിക്കുന്നത്, അല്ലേ? ആണെങ്കിൽ നിയമപ്രകാരം ശരിയായി നടന്നിരിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ എന്റെ ശമ്പളം പിടിച്ചു വെച്ചാൽ എനിക്ക് സാറിനെതിരെ കേസ് കൊടുക്കാം. ലേബർ ആക്ട് വായിച്ചിട്ടില്ലേ സാർ? അതുകൊണ്ട് അത്ര ഉമ്മാക്കി കാണിച്ച് സത്യഭാമയെ പേടിപ്പിക്കരുത്. സാറിന് LLB തന്ന ആൾക്കാർ തന്നെയാണ് എനിക്കും LLB തന്നത്. വരട്ടെ. ഓ, ഇവള് നിയമമെല്ലാം പഠിച്ചു പോയടേ ഹരിശ്ചന്ദ്ര. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ നീ പട്ടിടി തന്നെടേ ഹരിശ്ചന്ദ്ര. ഗണപതി സ്വാമി കാത്തോളണേ. ഇന്നലെ നീ എന്താടി പറഞ്ഞത്? ഞാനാണല്ലെന്ന്, എന്റെ ആദർശം കൊണ്ട് കാര്യമില്ലെന്നോ, ഞാൻ വിചാരിച്ചാലൊന്നും നടക്കില്ലെന്നോ? ഇപ്പോഴെന്തായി? ഗംഗാധരൻ നായരുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് പുല്ലുപോലല്ലേ ഈ മോഹനേഷ് ശരിയായി കൊടുത്തത്? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മോഹനേട്ടൻ ഇന്ന് ഓഫീസിൽ കാണിച്ച പരാക്രമം എല്ലാ ദിവസവും കാണിച്ചിരുന്നെങ്കിൽ എത്ര സാധുക്കളുടെ കാര്യം നടന്നു പോയെന്ന്. എന്തായാലും ഇപ്പൊ എനിക്ക് മോഹനേട്ടനോട് ബഹുമാനം തോന്നുന്നുണ്ട്. മോഹനേട്ടൻ വിചാരിച്ചാൽ എന്തേലുമൊക്കെ നടക്കും. അത് നിനക്ക് മനസ്സിലായല്ലോ. ഇനി മേൽ എന്റെ മെക്കിട്ടേറാൻ വരരുത്. ഇല്ലെന്നേ, എന്റെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പുലിയല്ലേ. എന്തായാലും മോഹനേട്ടൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാനിന്ന് ഹരിസാറിന്റെ വായിന്ന് നല്ലത് കേട്ടു. എന്തിന്? ഗംഗാധരൻ നായർക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടെ ഹരിസാറിന്റെ കേസ് പോയില്ലേ? ഞാനാ പാര വെച്ചെന്നാ ഹരിസാറ് പറയുന്നത്. സത്യം അതാണല്ലോ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാം? ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവ് ആദർശധീരനായ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന്. ന്യായമായ ഒരു ആവശ്യവുമായി ഓഫീസിൽ വരുന്ന ആളുടെ കാര്യം അദ്ദേഹം ശരിയാക്കി കൊടുക്കും. അതിനെതിർ നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. അതിനെതിർപ്പുണ്ടെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടേക്കൂന്ന് ഞാൻ പറഞ്ഞു. എന്തപ്പോ? ഞാനൊരു വക്കീലല്ലേ, ഒരിടത്തുനിന്ന് പറഞ്ഞു വിട്ടാൽ വേറൊരിടത്ത്, അത്ര തന്നെ. അല്ലാതെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ പേടിച്ചു വേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. വെറുതെ പറഞ്ഞതല്ലേ, ചൂടാവല്ലേ. എന്തായാലും എന്റെ കുട്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ട് വന്നതല്ലേ. കാര്യമായിട്ട് ഞാനൊരു സമ്മാനം തരട്ടെ? എടാ, കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ട് വേട്ടോ. മതിയോ? അയ്യടാ. ആണത്തരം പലതരത്തിൽ തെളിയിക്കാമെന്ന് മോഹനകൃഷ്ണന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നന്നായി നടക്കാനാണിട. ശമ്പളം കൈനീട്ടി വാങ്ങുമ്പോൾ അത് തരുന്ന പൊതുജനത്തെ നിരുപാധികം സേവിക്കാനുള്ള ബാധ്യത കൂടിയാണ് ഏറ്റെടുക്കുന്നതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയാൽ കൊള്ളാം. പാല് തരുന്ന കൈക്ക് കടിക്കുന്നവരെ പാമ്പെന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്